പ്രേമം കണ്ടിട്ട് വന്നിട്ട് നമ്മൾ നോർമൽ കാഷ്വൽ ആയിട്ടാണ് വീഡിയോ അഭിനയിച്ചത്. നോർമൽ ബിഗ് ബോസ് അതേപോലെയാണ്. അറിയില്ല അത് വർക്ക് നടന്നിട്ടില്ല. ഷൂട്ട് തുടങ്ങി സെക്കൻഡ് പാർട്ടോ നമുക്ക് നോക്കാം, ആലോചിക്കാം. തുടങ്ങിയല്ലോ. ഏതായാലും ഇനി ചന്ദ്രക്കുണ്ട് കയറാൻ വെച്ച് ഇല്ല ആരാത് ആരാത് ഇല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. അപ്പം നോക്കിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അതാ അത് ആ ഒരു പ്ലോട്ടിന് വേണ്ടിയുള്ള ഇതാണ്. ലൈഫിലെന്നും കാണുന്നുണ്ട് കൂടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എല്ലാവരും. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നല്ല പ്ലോട്ട് നോക്കി ഇപ്പം നമുക്ക് ഇൻഡിവിജ്വലി ഓരോ കരിയർ ഗോൾസും കാണുമല്ലോ. അപ്പോൾ അത് സെലക്ട് ചെയ്തൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. എനിക്ക് തമിഴിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നുണ്ട്, മൂവി ഒന്ന് വരുന്നത് തമിഴില്. പിന്നെ മലയാളത്തിൽ അപ്പൊ ചെയ്തിരിക്കുന്നത് മലയാളമല്ലേ? ഞാൻ തമിഴില് അർജുൻ ഓൾറെഡി വന്നു ചെന്നൈ. ഞാൻ ഓൾറെഡി ക്ഷണിക്കും. അതിലൂടെ ക്ഷണിക്കും. അല്ല ശരിയായി. ഞാൻ പെട്ടെന്ന് അവിടെ തമിഴ് ഫ്രണ്ട്സോടെ ഇതായിട്ട് ഇപ്പൊ പോയി തിരിച്ചു പോയി. എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറെ പേരുടെ ഇപ്പൊ നമ്മുടെ മാത്രമല്ല, ഇതിന്റെ ബാക്കിൽ കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാരുടെ സ്വപ്നമാണ്. കുറെ ആൾക്കാർ കുറെ വർഷമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജേർണിയായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുക. നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ പറയാം. എല്ലാവരും അത് തിരുത്തി മുമ്പോട്ട് പോകും. നെഗറ്റീവ് ഇല്ല. അല്ല ഞാൻ പറഞ്ഞതാണ്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പം താങ്ക് യു സോ മച്ച്. വെറുതെ ഞങ്ങൾ നമ്മൾ കളിയാക്കും മെത്തേഡായിട്ട് അങ്ങനൊന്നുമില്ല. അതൊക്കെ ആ ഒരു ഫ്ലോയിൽ പോകും. എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു ആക്ടിങ് എന്ന് പറയുന്നത്. ക്യാമറയുടെ മുന്നിൽ ഇത്ര നേരം നിൽക്കുക, ഡയലോഗുകളൊക്കെ എല്ലാം ക്രിയേറ്റേഴ്സിൻ്റെ കഴിവാണ്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര അറിയത്തില്ലല്ലോ, അറിയാവുന്ന ആളാണെങ്കിൽ നല്ലൊരു ക്രിയേറ്ററിൻ്റെ കിട്ടുകയാണെങ്കിൽ എങ്ങനെ വേണം ചെയ്യാം എന്നുള്ളതിൻ്റെ അങ്ങനെ ചെയ്യാം. എല്ലാം ക്രിയേറ്ററിൻ്റെ കഴിവാണ്. തൊര ഉള്ളിലെ തൊരയുള്ളതാണല്ലോ നമ്മളിവിടെ വരെ എത്തിയത്. മുമ്പോട്ട് ആ തുറന്ന് കയറത്തെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ലാൽ സാറിനെ ഞാൻ അത് കഴിഞ്ഞ് കണ്ടേ ഇല്ല. ആ ഷോ കഴിഞ്ഞേ കണ്ടില്ല. പിന്നെ പൊളിയില്ല, അത് ചെറിയ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ, അതിന്റെ വെയിറ്റിംഗ് ആണ്. കണ്ടിട്ട് ലേഡി സൂപ്പർ സ്റ്റാർ ഫസ്റ്റ് ഒരു സംഭവം ചെയ്തേ ഉള്ളൂ. അതിന് വൈകുന്നേരം റിലീസ് ആവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം സ്റ്റാർ ആണോ അതോ വീട്ടിൽ ഇരിക്കണം എന്നൊക്കെ തീരുമാനിക്കാം. ഓക്കെ